G20 ഉച്ചകോടിക്കായി ഡൽഹിയിലെത്തിയ യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച വിശുദ്ധ കുർബാന മുടക്കിയില്ല. ഡൽഹിയിൽ ബൈഡൻ തങ്ങിയ മൗര്യ ഷെറട്ടൺ ഹോട്ടലിൽ ശനിയാഴ്ച പ്രത്യേകം വിശുദ്ധ കുർബാനയിൽ അദ്ദേഹം സംബന്ധിച്ചു. യു.എസ്. പ്രസിഡന്റ് സംബന്ധിച്ച വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഡൽഹി അതിരൂപത ലിറ്റർജിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ നിക്കോളാസ് ഡയസ് ആയിരുന്നു. പരിശുദ്ധ കുർബാനയ്ക്കായി പ്രത്യേകം യു.എസ്. എംബസി വൈദികനെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തുകയായിരുന്നു. യു.എസ്. പ്രസിഡന്റിന്റെ മുറിയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ കത്തോലിക്ക വിശ്വാസികളായ സഹപ്രവർത്തകരും പങ്കെടുത്തു. ഫാദർ നിക്കോളാസിന് സീൽ ഓഫ് ദ പ്രസിഡന്റ് ബഹുമതി ബൈഡൻ സമ്മാനിച്ചു. ഗോവൻ മധുര പലഹാരങ്ങൾ വൈദികൻ പ്രസിഡന്റിന് കൈമാറി. യു.എസ്. പ്രസിഡന്റിനൊപ്പം പ്രാർത്ഥിക്കാനായ നിമിഷങ്ങൾ ഒരിക്കലും മറക്കില്ലെന്ന് ഫാദർ നിക്കോളാസ് പറഞ്ഞു. ക്രൈസ്തവ മതത്തിന്റെ ഇന്ത്യയിലെ ചരിത്രം താൻ ബൈഡന് വിശദീകരിച്ചു നൽകിയതായും ലോകത്തിന്റെ വൻ രാജ്യത്തിന്റെ തലവനായിരിക്കെ ഒരു സാധാരണക്കാരനെപ്പോലെയാണ് അദ്ദേഹം അടുത്തുവന്ന് അനുഗ്രഹം ചോദിച്ചതെന്നും തോളത്ത് തട്ടി സംസാരിച്ചതെന്നും ഫാദർ നിക്കോളാസ് പിന്നീട് പറഞ്ഞു. It was an occasion for me to be in faith and fellowship with the President of America, who is a born Catholic. They came to pick me up as planned on Saturday at 8:30. Our mass was planned. അതേസമയം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാന മുടക്കില്ലെന്ന് പറഞ്ഞ ബൈഡൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ വാക്കുകളും താൻ ശ്രദ്ധിക്കാറുണ്ടെന്നും അദ്ദേഹത്തിന്റെ ജീവിത മാതൃക തനിക്ക് പ്രചോദനമാണെന്നും പറഞ്ഞു. ദൈവവിശ്വാസത്തിൽ വളരാൻ തനിക്ക് പ്രേരകമായത് വല്യമ്മയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു.